എന്റെ കുട്ടി എന്റെ കയ്യിലിരിക്കാലാണ് എന്റെ ഷോൾഡറിൽ ഇടിച്ച് മീൻസ് ഇങ്ങനെ കുത്തി കുത്തി അടിക്കണേ. അപ്പൊ എന്റെ മോൻ അലറി, എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. ഷഹനാസിന്റെ അരികിൽ നിന്ന് പോയതിനു ശേഷം ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു? മഹനാസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ അറിഞ്ഞപ്പോൾ മഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. ലഹരി കച്ചവടം അടക്കം നടത്തിയിരുന്ന, കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടങ്ങളിൽ ഇൻവോൾവ് ആയിരുന്ന ഒരാളാണ് മഹനാസ്. കുറെ കുടിക്കുവാണ്, ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ചു വെക്കും. എന്താ കണ്ടെന്താ? ഒരു പൊടി, ഒരു ആഷ് കളറ്, കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല അങ്ങനത്തെ എന്തോ. ക്രൂരമായി തല്ലിയ ദിവസം ഏതായിരുന്നു? പഠനക്കാട്. സോ നിങ്ങൾ നേരിട്ടതുപോലെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അന്ന് രാത്രി റിഫ നേരിട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ, റിഫയുടെ കുടുംബം പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ജോഡിയല്ല, സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എഴുതി നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണ് പോണേ എന്ന് പറഞ്ഞൊക്കെ എഴുതി. ഞങ്ങളുടെ നാട്ടിലെ അതിനൊക്കെ പറയാറ് ഒളിച്ചോട്ടൊന്നും. എന്റെ കൂടെ ഇരിക്കുന്നത് ഏറെ വിവാദം സൃഷ്ടിച്ച റിഫ കേസിലെ മെഹനാസ് എന്ന് പറയുന്ന പ്രതിയെ രണ്ടാമത് കല്യാണം കഴിച്ച, അല്ലെങ്കിൽ അയാളെ സ്വീകരിച്ച ഒരു പെൺകുട്ടിയാണ് സഫ. സഫയെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിൽ സഫയെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ സഫ ഞാൻ പറയേണ്ടത്? സഫ, എൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഏറെ വിവാദം സൃഷ്ടിച്ച എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും അറിയുന്ന ഒരു കേസിലെ വലിയൊരു കുറ്റവാളി സ്വന്തം ഭാര്യയുടെ തല പിടിച്ച് കട്ടിലിൻ്റെ സൈഡിലേക്ക് അടിക്കുകയും ആണിനെ തല്ലുന്നത് പോലെ തല്ലുന്ന ഒരാളാണെന്ന് റിഫ പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ അടക്കം മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്ത് വന്നിട്ടും നിങ്ങൾ എങ്ങനെ മെഹനാസിനെ സ്വീകരിച്ചു? ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും ആദ്യമേ കണ്ടിട്ടില്ല. റിഫ മരിച്ചത് ഞാൻ TV-യിൽ കണ്ടെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണാൻ ഇതുവരെ പോയിട്ടില്ല. അതിനുശേഷം റിഫ മരിച്ച ഒരു കൊല്ലത്തിനൊക്കെ ശേഷമാണ് ഞാൻ മാനുവിനെ ആലുവ വെച്ച് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട്സായി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മാനു പറഞ്ഞു തരുന്നത്. അപ്പോഴൊന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാനു സങ്കടം പറയും. എനിക്കൊരു സഹതാപം തോന്നി, വിഷമം തോന്നി. റിഫയുടെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തോന്നിയത്. ആദ്യം നോർമലി ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം മാനു എന്നെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു, അതെന്താ എന്നെ കാരണം ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തെന്ന് ചോദിച്ച സമയത്ത് മാനു പറഞ്ഞത്, നിന്റെ കോസ്റ്റ്യൂമും നിന്റെ നടപ്പും നിന്റെ സ്മാർട്ട്നെസ്സും എനിക്ക് റിഫാനെ പോലെ തോന്നി എന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞാൻ അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല, കാരണം എനിക്കറിയാം വീട്ടിൽ സമ്മതിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ പതിയെ പതിയെ എന്തോ കെയർ ചെയ്യണ പോലെ തോന്നി. ആ സമയത്ത് എനിക്ക് കെയറിങ് ആവശ്യമായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയാ ലേറ്റ് ആയിട്ട്. അല്ല ചാറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ. ആദ്യം നമ്മൾ നേരിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നോർമലി നമ്പർ ഷെയർ ചെയ്ത് വിളിക്കും. എന്നെ വിളിച്ചിട്ടൊക്കെയാണ് സമാധാനിപ്പിക്കാറ് ആദ്യമൊക്കെ. മീൻസ് എനിക്ക് കെയറിങ് തരും. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയൊക്കെ ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുമ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയാൽ പറയണം. ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആവശ്യമുള്ളതും അതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്കൊന്ന് ചാഞ്ഞത്. അല്ല, ഇതില് നിങ്ങൾ ബന്ധപ്പെട്ടത്, മെഹനാസിനെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണെന്ന്? അല്ല, പിന്നെ എങ്ങനെയാ പരിചയപ്പെട്ടത്? ആലുവയിൽ വെച്ചിട്ട്. ഞാൻ അവിടെ പഠിക്കായിരുന്നു ഫാഷൻ ഡിസൈനിങ്, ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനു ഷൂട്ടിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്ന് അങ്ങനെയാണ് ഞാൻ ആലുവയിൽ നിന്ന് കാണുന്നത്. ആലുവയിൽ നിന്ന് കണ്ടു. അതിനു മുമ്പ് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല? മരിച്ച സമയത്ത് ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അല്ലാതെ ഇവരെ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഈ പിന്നീട് അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണോ? ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണോ? അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം സജീവമായി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവളുടെ ശബ്ദ സന്ദേശം അടക്കം കണ്ടില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം വിശ്വസിക്കാനാവും? അതെ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ യൂട്യൂബിലാണെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ വിവാദമൊന്നും നോക്കാൻ പോവാത്തൊരു വ്യക്തിയാണ്. ഞാൻ അതൊന്നും നോക്കാറൊന്നുമില്ല. ഇപ്പൊ മാനു പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയുള്ളൂ, വേറെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ വിവാദങ്ങളൊന്നും നോക്കില്ല എന്ന് പറയുന്ന സഫ മെഹനാസിനെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സൃഷ്ടിച്ചതൊക്കെ വിവാദങ്ങളും കോൺട്രവേഴ്സീസുമാണ്. അതങ്ങനെ അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാകും?
അത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. കേസ് ഉള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ല ഇല്ല. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഒരു ആൽബം ഫീൽഡിൽ ഒരു സെറ്റിൽ വെച്ചാണ് നിങ്ങൾ കണ്ടതെന്ന് പറയുന്നത്. ഷൂട്ടിന് സെറ്റിൽ വെച്ചല്ല, ആലുവയിൽ വെച്ച്. ആലുവയിൽ ഞാൻ എന്തിന്റെ ആലുവയിൽ പേരിലായിരുന്നു? പഠിക്കായിരുന്നു. അപ്പൊ മേനോടെ വർക്കിന്റെ ആവശ്യത്തിന് ആലുവയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ജ്യൂസ് ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളത്. നോർമലി ടോക്കായിരുന്നു. അങ്ങനെ ടോക്ക് ചെയ്തിട്ടാണ് കണ്ടതാണോ മീറ്റ് ചെയ്തതാണോ? കണ്ടത്. രണ്ടുപേരും കണ്ടത്. ഈ രണ്ടിടത്തും കണ്ടു. കണ്ട. എന്നെ വാച്ച് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് മേന പറഞ്ഞത്. മീൻസ് എന്റെ കോസ്റ്റ്യൂം അവളെ പോലെ തോന്നി, ഞാൻ നടക്കുന്ന ടൈപ്പ്, ഞാൻ സ്മാർട്ട്നെസ് പോലെ നടക്കുന്നതൊക്കെ അവളെ പോലെ തോന്നിയെന്ന് മേനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണോ എൻ്റെ അടുത്ത് നോക്കി മിണ്ടിയോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇപ്പോ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുമായി നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഹോദരിമാർ, അവർക്ക് റിഫയെ കുറിച്ച് അറിയില്ലേ? അറിയാം. അപ്പൊ അവര് ഉമ്മച്ചിക്കൊക്കെ അറിയാം, വാപ്സിക്ക് അറിയില്ല. ഉമ്മച്ചിക്ക് അറിയായിരുന്നു. ഉമ്മച്ചിക്ക് അറിയാം. സഹോദരിമാർക്ക് അറിയില്ലേ? സഹോദരിമാരെ ഇളയവള് കാണാറുണ്ട് തോന്നുന്നു, ഇളയ അനിയത്തി. സ്വാഭാവികമായിട്ട് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ മെഹനാസിനെ സ്വീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരൊരു എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അവര് പറഞ്ഞ എതിർപ്പ് എന്തായിരുന്നു? അവര് പറഞ്ഞ് മരിച്ച മീൻസ് ദുരൂഹ സാഹചര്യത്തിൽ ഒന്നും അറിയാതെ നീ മേനുവിനെ കെട്ടുമ്പോ അതിന്റെ എന്തെങ്കിലും നിനക്ക് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മീൻസ്